കൊല്ലത്തെ വി പാർക്ക് മാതൃക കേരളത്തിലുടനീളം നടപ്പിലാക്കുമെന്ന് ടൂറിസം പൊതുമരാമത്ത് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് 24നോട്. രാത്രി നടത്തത്തിനായി പാർക്കിലെത്തിയ മന്ത്രി കായിക വിനോദങ്ങളിലേർപ്പെട്ടും കലാപ്രകടനങ്ങൾ ആസ്വദിച്ചും ഏറെ നേരം ചെലവഴിച്ചായിരുന്നു മടങ്ങിയത്. ഈ ഒഴിവിടങ്ങൾ ലഹരിയിടങ്ങളായി മാറുകയും അവിടെ അക്രമങ്ങളും മറ്റും വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഒഴിഞ്ഞ ഇടം മനോഹരമായൊരു പാർക്കായി, അത് നമ്മുടെ പാർക്കായി പരിണമിച്ചിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ പാർക്കാണ്. ഇത്തരം സ്ഥലങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്ന് പൊതുവേ ഞങ്ങളെല്ലാവരും കരുതിയാണ്. അതിൻ്റെ ഭാഗമായി ആദ്യം തിരഞ്ഞെടുത്ത കൊല്ലത്തെ വി പാർക്ക് അത്ഭുതകരമായ വിധം ആളുകളെ ഏറ്റെടുത്തു. ഇത്ര വലിയൊരു വിജയവും നമ്മളാരും കരുതിയിട്ടില്ല. ഇപ്പോൾ ആളുകൾ ജോലി കഴിഞ്ഞാൽ വരുന്നൊരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ടല്ലോ, കുട്ടികളൊക്കെ വലിയ സ്കേറ്റിംഗ് കോച്ചാണ്. ഓക്കെ. എത്ര കുട്ടികളുണ്ട്? മോളെ പേരെന്താ? ജിയ. ഏത് ക്ലാസ്സിലാ? 3-ല്. ഇയാളെ പേരാ? ആമിയ. എല്ലാ ദിവസവും വരും? സാധാരണ ഈ പാർക്കുകൾ കുട്ടികൾക്കൊരു പാർക്ക്, വയോജനങ്ങൾക്കൊരു പാർക്ക്, അങ്ങനെ വ്യത്യസ്തമായ പാർക്കാണ്. പക്ഷേ ഇവിടെ എല്ലാവർക്കും വേണ്ടിയുള്ള എല്ലാവരും ഉണ്ട്. ഇവിടെ കുട്ടികളുടെ സ്കേറ്റിംഗ് ഉണ്ട്, ഷട്ടിൽ കളിക്കാം, ചെസ്സ് കളിക്കാം, ഇപ്പോൾ ബാൻഡ് ഉണ്ട്, ആളുകൾക്ക് വിവിധ ഗായക സംഘങ്ങളുടെ പാട്ടുണ്ട്, കാപ്പി കുടിക്കാം, പ്രത്യേകതരം ഭക്ഷണം, ബീഫിൻ്റെ ഒരു പ്രത്യേക ഐറ്റം അല്ലേ, ബീഫിൻ്റെ ഒരു പ്രത്യേക ഐറ്റം. അതെ. അപ്പോൾ ആളുകൾക്ക് ഒരു നല്ല ഒരു സമയം പോകാനൊരു ട്രെയിൻ എല്ലാ ദിവസവും ഇവിടെ വരുന്നവരുണ്ട്. പാർക്കുകളിലൊരു കൊല്ലം മാതൃകയായി മാറിയിരിക്കുകയാണ് വി പാർക്ക്. അപ്പോൾ ഇത് പൈലറ്റ് പദ്ധതിയാണോ ഇത്? അതെ, പൈലറ്റ് പദ്ധതിയാണ്. അപ്പോൾ പൈലറ്റ് പദ്ധതിയായി മാറി ഇതിപ്പോൾ കേരളത്തിലാകെ പടർത്താനാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലാകെ ഇത് കൊണ്ടുവരാനാണ് പൊതുവെ ആലോചിക്കുന്നത്. ഈ പാലങ്ങൾക്കടിയിലുള്ള പദ്ധതിയായി ഇത് വന്നു. ദീപാലങ്കൃത പാലമായി കോഴിക്കോട് ഫറൂഖിൽ ഒരു പാലം വന്നു, അതിൻ്റെ അടുത്തും വി പാർക്കാണ് വന്നിരിക്കുന്നത്. ഇനി അതുപോലെ ഒരു 10 സ്ഥലത്തുകൂടി ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. എത്ര പാർക്കുകളാണ് മിനിസ്റ്റർ ഉദ്ദേശിക്കുന്നത്? അത് സാധ്യമാകുന്നൊക്കെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള പാലങ്ങൾക്കടിയിലുള്ള സ്ഥലം ഉപയോഗിക്കാൻ പറ്റുന്നത് ആർക്കെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് NOC കൊടുക്കാൻ, നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വകുപ്പ് തീരുമാനിച്ചു കഴിഞ്ഞു. അതാത് ഇടങ്ങളിലെ MLA മാർ, ജനപ്രതിനിധികൾ, സംഘടനകൾ ഇവരോടൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കാലത്ത് തന്നെ കൊണ്ടുപോകാം. ഏതായാലും കൊല്ലം മാതൃകയിലുള്ള കൊല്ലത്തിൻ്റെ വി പാർക്ക് കൊല്ലം മാതൃക കേരളം ഒട്ടാകെ വ്യാപിപ്പിക്കാനാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. പൊതുമരാമത്തിന് കീഴിലുള്ള പാലങ്ങൾക്ക് കീഴിലെല്ലാം ഇത്തരത്തിൽ വി പാർക്കുകൾ വരുമെന്നാണ് മന്ത്രി നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ടൂറിസം വകുപ്പ് മന്ത്രിയും തമ്മിൽ ചർച്ച ചെയ്ത് അതിലൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം മന്ത്രി റിയാസിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.